ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ്. കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് കൂടി നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഡർ എടുത്ത എല്ലാവർക്കും ഒരാളൊഴികെ എല്ലാവർക്കും നമ്മൾ അയച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ DTDC കൊറിയർ വഴിയാണ് കേരളത്തിനകത്ത് നമ്മൾ കൊറിയർ അയക്കുന്നത്. കേരളത്തിന് പുറത്താണെങ്കിൽ പ്രൊഫഷണൽ കൊറിയറും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു പോട്ടെ. ട്യൂബർ അയക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ എല്ലാം പിക്കിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കണം. DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം അഡ്രസ്സ് തരുമ്പോൾ തരേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പാഴ്സൽ റിട്ടേൺ ചെയ്യും. അതിനിട വരുത്തരുത്. അങ്ങനെ റിട്ടേൺ വന്നാൽ ഞാനതിന് ഉത്തരവാദിത്തം ഏൽക്കുന്നതല്ല കേട്ടോ. ട്യൂബറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റ് തരുള്ളൂ. അത് അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ടും കാണിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അവിടെ ഹോം ഡെലിവറി ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അവിടുത്തെ DTDCയിൽ ചോദിച്ചാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെയും പറയുകയാണ്, കറക്റ്റ് പിൻകോഡ് DTDC ഉള്ള സ്ഥലത്തെ കറക്റ്റ് പിൻകോഡ് തരാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ നാളെ കൊറിയർ ഓഫീസ് അവധിയാണെന്ന് തോന്നുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് നമ്മളിനി കൊറിയർ അയക്കണുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ളവർ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ അയച്ചാൽ ഒരു പക്ഷേ ശനിയാഴ്ച കിട്ടിയില്ലെങ്കിലും സേഫായിട്ട് തിങ്കളാഴ്ച നിങ്ങളുടെ കയ്യിലേക്ക് ട്യൂബർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ വേണ്ട. സാധാരണ എനിക്ക് വെള്ളി ശനി ഞാൻ അയക്കാറില്ല, കാരണം ആ ഒരു 2 ദിവസം റെസ്റ്റ് എന്ന പോലെയാണ് ഞാൻ അയക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നാളെ മുടക്കായതുകൊണ്ട് വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും അയക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഓർഡർ തരണേ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും പുതിയ ഒരു എന്താ പറയുക കൊറിയർ അയക്കാനുള്ള ഒരു ട്യൂബറുകൾ ഇടാനുള്ള അടുത്ത സെയിൽ വീഡിയോ ഇടാനുള്ള തയ്യാറെടുപ്പിലായിട്ടാണ് മുൻകൂട്ടി നമ്മൾ ആദ്യം ഇട്ട വീഡിയോയിലെ ട്യൂബറുകൾ അയച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളി ശനിയാഴ്ച അയച്ച് തീർക്കുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെയുള്ളവർ മാത്രം ഓർഡർ തരണേ. അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വെറൈറ്റി അമരിപ്പിയോണിയാണ് കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വാങ്ങി വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അമരിപ്പിയോണി. അപ്പോൾ ഈ 2 ട്യൂബറും കൂടി 100 രൂപ. ഈ ഒരു ട്യൂബറിന് 100 രൂപ. ഈ ഒരു ട്യൂബറിന് 180 രൂപയാണ് കേട്ടോ. ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട്. 180 രൂപ. ഈ ഒരു ട്യൂബറിന് 150 രൂപ കേട്ടോ. അപ്പോൾ അമരിപ്പിയോണിയുടെ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്ന് സെയിലിനുള്ളത്. വെറൈറ്റി പീച്ചി ലേഡിയാണ് കേട്ടോ. പീച്ചി ലേഡിയുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി കളറാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പീച്ചി ലേഡി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഗ്രോ ടിപ്സൊക്കെ കണ്ടോളൂ. 250 രൂപയ്ക്കാണ് ഈ ട്യൂബർ കൊടുക്കുന്നത്. വെറൈറ്റി സുഭദ്രയുടെ ഈ ഒരു ട്യൂബറും കൂടെ ബാലൻസ് ഉണ്ട്. 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 180 റുപ്പീസ്. ഈ ഒരേ ഒരു ട്യൂബറുള്ളൂ. പിങ്ക് ഡയമണ്ടിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട്. 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 3 ഗ്രോ ടിപ്സ് ഉണ്ട്. 150 രൂപയ്ക്കാണ് ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത്. എന്തേടെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട്. 150 രൂപ. പിന്നെ ഇതാണെങ്കിൽ 130 രൂപ. ഇതാണെങ്കിൽ 50 രൂപ കേട്ടോ. 3 ട്യൂബറും കൂടിയുണ്ട് നന്ദയുടെ കൊടുക്കാൻ കേട്ടോ. ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന സാറ്റാ ബോങ്കറ്റിൻ്റെ ഈ കുറച്ച് ട്യൂബർ കൊടുക്കാറുണ്ട്. അതിൽ ഈ ഒരു ട്യൂബർ 100 രൂപ. ഇതാണെങ്കിൽ 100 രൂപ. ഇതാണെങ്കിൽ 100 രൂപ. ഇതാണെങ്കിൽ 130 രൂപ. ഇത് 100 രൂപ. ഇത് 100 രൂപ. ഈ ഒരു ട്യൂബർ 50 കേട്ടോ. 50ൻ്റെ ഇതാണ് കേട്ടോ. ചെറിയ ട്യൂബറാണ്. അപ്പോൾ ഇതെല്ലാം 50, 100 ആ ഒരു റേറ്റിലാണ് സാറ്റാ ബോങ്കറ്റിൻ്റെ കൊടുക്കാനുള്ളത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നല്ല റെഡ് കളർ, റെഡ് പിയോണി. പണ്ടത്തെ താരം. ഇതിനൊന്നും ഇപ്പോഴും ഒരു മങ്ങൽ വന്നിട്ടില്ല കേട്ടോ. അത്രയും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് റെഡ് പിയോണി. അപ്പോൾ റെഡ് പിയോണിയുടെ ഈ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബർ നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ 50 രൂപ. ഇതാണെങ്കിലും 80 രൂപ. ഇതാണെങ്കിൽ 80 രൂപ. ഇതാണെങ്കിൽ 150 രൂപ കേട്ടോ. 150 രൂപ. ഇതാണെങ്കിലും 150 രൂപ. ഇത് 100 രൂപ. ഇത് 50 രൂപ കേട്ടോ. അപ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ. 50ൻ്റെ 80ൻ്റെ ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലുള്ള ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് റെഡ് പിയോണിയുടെ. എക്കാലത്തും ഒരുപോലെ ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് റെഡ് പിയോണി. അതിൻ്റെ ഇത്രയും ട്യൂബറുകൾ കൊടുക്കാനുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജംബോയുടെ ട്യൂബർ കുറച്ചും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ 100 രൂപ, ഇത് 100 രൂപ. ഒരു ഗ്രോ ടിപ്സ് ഉള്ളൂ കേട്ടോ, നോക്കിയിട്ട് വാങ്ങാം. ഇത് രണ്ടും കൂടി 130 രൂപയ്ക്ക് കൊടുക്കും. ഇതൊരെണ്ണം 100 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ജംബോൻ്റെ ഈ ഒരു വലിയ ട്യൂബർ 200 രൂപയ്ക്കും കൊടുക്കും കേട്ടോ. അടുത്ത വെറൈറ്റി Q133 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ Q133. ഇമ്പോർട്ടഡ് വെറൈറ്റി ആണെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ട്യൂബർ 280 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ ട്യൂബറാണ് കേട്ടോ, 280. ഇതാണെങ്കിൽ 250, ഇതാണെങ്കിൽ 150. ഇത് രണ്ടും കൂടി 100 കേട്ടോ. അങ്ങനെ ഒരു 4 പേർക്ക് കൊടുക്കാനുള്ളതാണ് Q133യുടെ ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ. വെറൈറ്റി ചന്ദ്രകാന്തയും നല്ലൊരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ, ഒത്തിരി ഉണ്ടാവേ, ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും, നല്ല വലിയ ഫ്ലവറാണ്. അപ്പോൾ ഇതാണെങ്കിൽ 150, ഇതാണെങ്കിൽ 150. ഇത് രണ്ടും കൂടി 100 രൂപയ്ക്ക്. അതുപോലെ തന്നെ 4 പേർക്ക് കൊടുക്കാനുള്ള ട്യൂബറാണ് ചന്ദ്രകാന്തയുടെയും ഉള്ളത് കേട്ടോ. വെറൈറ്റി നല്ലൊരു അടിപൊളി ഫ്ലവറാണ് റോസാപ്പൂ. ശരിക്കും റോസാപ്പൂ, കട്ട റോസ പോലെ തന്നെയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ റോസാപ്പൂവിൻ്റെ ഈ ഒരു ട്യൂബർ 150 രൂപയ്ക്കാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി, അതുകൊണ്ട് തന്നെ ഈ റോസാപ്പൂവിൻ്റെ അപ്പോൾ ഈ ഒരു ട്യൂബറിന് 280 രൂപ. കാണിച്ച ട്യൂബേഴ്സ് കണ്ടല്ലോ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ചിലർക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ നിവർത്തിയില്ല കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ. നമുക്കൊരു കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി അമർത്തിയേക്കണേ.